52ാമത്തെ വർക്ക്ഷീറ്റിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഈ വർക്ക്ഷീറ്റ് ചെയ്യുന്നതിന് ആവശ്യമായ വിവരങ്ങളെല്ലാം ഇൻട്രൊഡക്ടറി വീഡിയോയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. 30, 60, 90 ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടി അതാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. In a 30, 60, 90 triangle, if the side opposite to 30 degree is 1, 30 ഡിഗ്രിക്ക് എതിരെയുള്ള വശം 1 ആയാൽ then the side opposite to 90 degree will be 2. Side opposite to 30 degree will be √3. അപ്പോൾ 30, 60, 90 ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടിയാണ് നമ്മൾ പറഞ്ഞത്. 30ക്ക് ഓപ്പോസിറ്റായി 1 ആണെങ്കിൽ 90ക്ക് ഓപ്പോസിറ്റായി 2 ആയിരിക്കും, 60ക്ക് ഓപ്പോസിറ്റായിട്ട് √3 ആയിരിക്കും. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ വർക്ക്ഷീറ്റ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം നമുക്ക്. ദ പെരിമീറ്റർ ഓഫ് an equilateral triangle, equilateral triangle, perimeter of an equilateral triangle is 30 centimeter. First question, what is the length of one side? What is the length of one side? What is the length of വൺ സൈഡ്? ഒരു സൈഡിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്ര? ഓക്കെ. രണ്ടാമത്തത്, വാട്ട് ഈസ് ദ ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ദിസ് ട്രയാങ്കിൾ? വാട്ട് ഈസ് ദ ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ദിസ് ട്രയാങ്കിൾ? ഈ ട്രയാങ്കിളിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് എത്രയാണെന്നുള്ളതാണ് അടുത്ത ചോദ്യം. തേർഡ് വൺ, calculate the area of the triangle. Area of the triangle. ഇതാണ് നമ്മുടെ ചോദ്യം. ട്രയാങ്കിൾ എന്താണ്? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഏരിയ ഓഫ് ദ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, ഇതാണ് നമ്മുടെ ചോദ്യം. ഏതാണ്ട് ഈ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു പടം, പ്രത്യേകിച്ച് അളവുകളൊന്നും എടുക്കണ്ട, ഒരു റഫ് ഡയഗ്രാം വരച്ചിട്ടാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഈ ചാപ്റ്ററിൽ ചെയ്യേണ്ടത്. എന്നാലേ നമുക്ക് ആ ഒരു വിഷ്വൽ കറക്റ്റായിട്ട് വരുള്ളൂ. ഇതാണ് ഓൾട്ടിറ്റ്യൂഡ്. എയിൽ നിന്നുള്ള ഓൾട്ടിറ്റ്യൂഡ് ഈ കാണുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ പി എന്നൊക്കെ പേര് കൊടുത്ത് ഓൾട്ടിറ്റ്യൂഡിന് എടുക്കാം, പി. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം എഴുതാം. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് വൺ സൈഡ്? പെരിമീറ്റർ ഈസ് 30. ദർ ആർ 3 sides here. But 3a is equal to 30. Therefore, a is equal to 30 by 3. That is equal to 10 centimeter. ഒരു സൈഡ് 10 എന്ന് കിട്ടി, നമുക്കിവിടെ 10 എന്ന് കിട്ടി. ഇത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ആദ്യം പറഞ്ഞു ഇത് 90ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് 10, ഇത് 60 ഡിഗ്രി, ദിസ് ഈസ് 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. അപ്പോൾ നമുക്ക് പറയാം സൈഡ് ഓപ്പോസിറ്റ് ടു 90 ഡിഗ്രി, ഓപ്പോസിറ്റ് ടു 90 ഡിഗ്രി ഈസ് 10. Therefore, side opposite to 30 degree is 5 and side opposite to 60 degree is 5√3. അതാണ് നമ്മുടെ ഹൈറ്റ്, ഓൾട്ടിറ്റ്യൂഡ്. ദാറ്റ് ഈസ് ഓൾട്ടിറ്റ്യൂഡ് h is equal to 5√3 centimeter എന്ന് എഴുതാം. ഇതാണ് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. അപ്പോൾ 30, 60, 90 ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടിയാണത്. കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉത്തരം എഴുതാം. ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ, ഏരിയ ഇസ് C, ഏരിയ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു BC. BC is 10 into height, that is equal to 5√3. That is equal to 25√3
സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഇതുപോലെ തന്നെ ഒരു 2 sides and angle between these sides of a parallelogram are 12, 18 and 16. 2 sides of a parallelogram are 12 centimeter and 18 centimeter. Angle between them is 60 degree. First question, draw a rough diagram. P, find the distance between the parallel sides. C, calculate the area. ഓക്കെ, നമുക്കൊരു ചിത്രം, ഏകദേശ ചിത്രം ഇതുപോലെ വരക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ പാരലോഗ്രാം. അതിന് നമുക്ക് എ ബി സി ഡി എന്ന് പേര് കൊടുത്തു. ദിസ് ഈസ് 60 ഡിഗ്രി, 12 സെൻറ്റിമീറ്റർ ആൻഡ് ദിസ് ഈസ് 18 സെൻറ്റിമീറ്റർ. ആംഗിൾ ദിസ് ഈസ്, ഇതാണ് പാരലൽ സൈഡ്സ് തമ്മിലുള്ള അകലം പി. ഇങ്ങനെ കൊടുക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ, അത് നമുക്ക് ഈ ഡയഗ്രാം ഇതാണ്. ബി, ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാരലൽ സൈഡ്സ്. നമുക്ക് എഴുതാം, ട്രയാങ്കിൾ എ പി ഡി ഈസ് എ 30, 60, 90 ട്രയാങ്കിൾ. ഓക്കെ, side opposite to 90 degree is 12. Side opposite to 90 degree is 12. Therefore, side opposite to 30 degree is 6 and h is equal to, that is the side opposite to 60 degree, that is 6√3 centimeter. ഇതാണ് ഓൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ പാരലൽ സൈഡ്സ് തമ്മിലുള്ള അകലം. And our last question, C, area is equal to one side into distance between the sides, 6√3, that is equal to 18 into 6√3, that is 72√3 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, sorry, that is 18 into 6, 18 into 6, that is 3 into 6 into 6√3. 18 is 3 into 6 into, അപ്പോൾ നമുക്കിവിടെ 3 into 36√3, that is 108√3. ഇതാണ് ശരി ഉത്തരം, 108√3. ഓക്കെ, സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇതാണ് ഇതിൻ്റെ ഏരിയ. 18 എന്ന് പറയുന്നത് 3 into 6 into 6, that is 6 into 6 is 36. 36 into 3, 108√3 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇതാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇങ്ങനെയാണ്. ഒരു ചിത്രം തന്നിരിക്കുന്നു, ക്വസ്റ്റ്യനിൽ തന്ന് വ്യക്തമായിട്ട്, ലുക്ക് അറ്റ് ദ പിക്ചർ. ഇൻ ദ ഫിഗർ ഒരു പടം ഇവിടെ വരക്കുന്നു. എന്നിട്ട് ആ പടത്തിൽ നിന്നാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻ എഴുതുന്നത്. ഇങ്ങനെ ഒരു ട്രയാങ്കിളും ഇതിൻ്റെ സൈഡിൽ ഇങ്ങനൊരു സ്ക്വയറുമാണ് വരക്കുന്നത്. ഇപ്പം ഇതുപോലൊരു സ്ക്വയർ അവിടെ വരക്കുന്നു. ഞാൻ ഇതുപോലെ വരയ്ക്കുകയാണ്. ദിസ് ഈസ് എ സ്ക്വയർ. ഓക്കെ, അപ്പോൾ എ ബി സി ഈസ് എ ട്രയാങ്കിൾ. ഡി ഇ എഫ്, ഇ ഇവിടെയുണ്ട്, ഡി ഇ എഫ് എന്ന് പറയുന്ന ആ ട്രയാങ്കിൾ വരക്കുന്നു. ഓക്കെ,
അപ്പം അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആംഗിൾസ് തന്നിട്ടുണ്ട്. ദിസ് ഇസ് 30 ഡിഗ്രി, ദിസ് ഇസ് 60 ഡിഗ്രി ആൻഡ് ദിസ് ഇസ് 90 ഡിഗ്രി. ദിസ് ഇസ് എ സ്ക്വയർ. 4 വശവും ഈക്വലാണ്, 4 ആംഗിളുകളും 90 ഡിഗ്രി വീതമാണ്. അപ്പം ഇത് വ്യക്തമാക്കിക്കൊണ്ടാണ് ചിത്രം വരക്കുന്നത്, ഈ ചോദ്യം എഴുതുന്നത്. ഇൻ ദ ഫിഗർ ആംഗിൾ എ ഇസ് ഈക്വൽ ടു 30 ഡിഗ്രി, ബി സി ഇസ് ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ. ഓക്കെ, ആംഗിൾ ബി ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി and ACDE is a square. ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ഇതൊരു സ്ക്വയറാണ്, ഈ ഇവിടെയുണ്ട് എങ്കിൽ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ ബി? എ ബി എത്ര? ഇത് 10 സെൻറ്റിമീറ്റർ ആണ് ബി സി. ദിസ് ഈസ് 10 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് ഉത്തരം എഴുതാം. ആദ്യത്തെ ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദ ലെങ്ത് എ ബി? വാട്ട് ഈസ് ദ ലെങ്ത് എ ബി? What is the length AB? ആദ്യത്തെ ചോദ്യം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, what is the length AC? What is the length AC? Length here BC is 10 centimeter. ഇവിടെ തന്നിരിക്കുന്നത് BC ആണ് 10 centimeter. AC അല്ല, BC is 10 centimeter. BC is 10 centimeter. ഇതല്ല. അപ്പോൾ what is the length AC? What is the length AB? What is the length AC? C. What is the length of the diagonal? What is the length of the diagonal AD? And D. Calculate the perimeter of ACDE. ഇത്രയും കാര്യങ്ങളാണ് ഈ ചോദ്യത്തിൽ വന്നിരിക്കുന്നത്. ഉത്തരത്തിലേക്ക് കിടക്കാം. നമുക്കിതൊന്നും വായിച്ചു കളഞ്ഞിട്ട് ഉത്തരത്തിലേക്ക് കിടക്കണമെങ്കിൽ ഫസ്റ്റ് ആൻസർ ഇങ്ങനെ വരും. എ എന്താണ്? എ ബി സി ഇസ് എ 30, 60, 90 ട്രയാങ്കിൾ. എ ബി സി ഇസ് എ 30, 60, 90 triangle. BC is equal to 10. 30-നെതിരെയാണ് 10. അതുകൊണ്ട് AC is equal to what is the length? ആദ്യത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ലെങ്ത് എ ബി എന്നാണ്. അപ്പോൾ എ ബി is equal to ഇത് 30-നെതിരെ 10 ആണെങ്കിൽ എ ബി 60-നെതിരെ 10√3. ബി what is the length of AC? അത് 90-നെതിരെയാണ്. ദാറ്റ് ഈസ് AC is equal to 20 centimeter. C. And what is the length of the diagonal? ഇത് 20 ആണെങ്കിൽ this is the diagonal AD. Diagonal AD ആണ് ഈ കാണുന്നത്. അപ്പോൾ diagonal AD is equal to diagonal AD is equal to 20√2. ഇത് 45, 90 പ്രത്യേകതയാണ്. ആൻഡ് ഫൈനലി ഡി, ക്വസ്റ്റ്യൻ ഡി, വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ? പെരിമീറ്റർ ഓഫ് ACDE. പെരിമീറ്റർ is equal to 4 into 20, that is equal to 80 centimeter. 80 centimeter. ഇങ്ങനെ പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് 20 ആണ്, ഇത് 20 ആണ്, ഇത് 20√2 ആണ്. നമുക്ക് വളരെ കൃത്യമായിട്ട് അത് പറയാനായിട്ട് സാധിക്കും. 20 ആണെങ്കിൽ 20√2 ആണല്ലോ, അത് മൂന്നാമത്തെ ശരിയാണ്. പെരിമീറ്റർ ഓഫ് ACDE ഇത് തീർച്ചയായിട്ടും ഇത് 10 ആണെങ്കിൽ ഇതിനെതിരെയുള്ളത് 20 ആണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ പെരിമീറ്റർ 80 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അതിനുശേഷം നാലാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. നാലാമത്തെ ചോദ്യം വളരെ ഡയറക്റ്റായിട്ടുള്ളൊരു ചോദ്യം തന്നെയാണ്. നേരത്തെ നമ്മൾ കണ്ടതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒരു ഇക്വലാറ്റർ ട്രയാങ്കിൾ
consider an equilateral triangle of side, consider an equilateral triangle of side, how much? Side 10 centimeter. 10 സെൻറ്റിമീറ്റർ ആണ് സൈഡ്. അപ്പോൾ അതിങ്ങനെ മനസ്സിലാക്കാം. ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഇങ്ങനെ മനസ്സിൽ കാണുക, ഇങ്ങനെ വരച്ചു വെക്കാം. അത് 10 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ സൈഡ്. 10 നമുക്കറിയാവുന്ന കാര്യമാണ്. ഇത് 60 ആണ്. ഇത് നമുക്ക് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ പി എന്ന് അടയാളപ്പെടുത്താം, ABC എന്ന് അടയാളപ്പെടുത്താം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ഇറ്റ്സ് ഓൾട്ടിറ്റ്യൂഡ്? വാട്ട് ഈസ് ഇറ്റ്സ് ഓൾട്ടിറ്റ്യൂഡ്? ഓൾട്ടിറ്റ്യൂഡ് എത്രയാണ്? അത് നമുക്കറിയാമല്ല ഉത്തരം, പെട്ടെന്ന് പറയാം. കാരണം 90-നെതിരെ 10 ആണെങ്കിൽ ഇത് 30 ഡിഗ്രിയാണ്, അപ്പോൾ ഇത് 5 ആണ്. ദിസ് AP is equal to 5√3 centimeter. And B, what is the rough diagram? Rough diagram ഇവിടെ വരച്ചിട്ടുണ്ട്. Draw a rough diagram. അതിവിടെ നമ്മൾ വരച്ചിരിക്കുന്ന കാര്യമാണ്. തേർഡ് വാസ് വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ? ട്രയാങ്കിളിൻ്റെ ഏരിയ എന്താണെന്ന്. ട്രയാങ്കിളിൻ്റെ ഏരിയ എന്താണ്? ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു വൺ സൈഡ് ഇൻറ്റു altitude to that side, that is 5√3. That is 25√3 centimeter square is the area. And what is the length of the diagonal of the square drawn on its altitude? ഓൾട്ടിറ്റ്യൂഡിൽ ഇങ്ങനെ വരക്കുന്ന ഒരു സ്ക്വയർ ഉണ്ടെങ്കിൽ ആ സ്ക്വയറിൻ്റെ ഡയഗണൽ ഈ നീളമാണെങ്കിൽ ഇത് എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. വാട്ട് ഈസ് ദ, ഇങ്ങനെ ചോദ്യം എഴുതാം. വാട്ട് ഈസ് ദ ലെങ്ത്, വാട്ട് ഈസ് ദ ഡയഗണൽ ഓഫ് ദ സ്ക്വയർ drawn on its altitude? ഓൾട്ടിറ്റ്യൂഡ് 5√3 ആണ്. അപ്പോൾ ഡയഗണൽ ഇതും ഇവിടെ നിന്ന് ഇവിടത്തോളവും 5√3 ആയിരിക്കും. അപ്പോൾ ഡയഗണൽ വിൽ ബി 5√3 ഇൻറ്റു √2. അത് 45 90യുടെ പ്രത്യേകതയാണ്. ദാറ്റ് ഈസ് 5√6 എന്ന് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, അഞ്ചാമത്തെ ചോദ്യമായിട്ട് ഒരു പാരലോഗ്രാമിൻ്റെ ചോദ്യമാണ്. അതും കൂടി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അഞ്ചാമത്തെ ചോദ്യമായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു പാരലോഗ്രാം. ആ ചോദ്യം നിങ്ങൾക്ക് സ്വന്തമായിട്ട് അറ്റൻഡ് ചെയ്യാവുന്നൊരു ചോദ്യം തന്നെയാണ്. ദർ ഈസ് എ പാരലോഗ്രാം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. ABCD is a rhombus. That is the question. ABCD is a rhombus of side. ABCD is a rhombus of side 10 centimeter or side 8 centimeter. Okay, this is a rhombus of side 8 centimeter. One angle 150 degree. The first question, what is the measure of angle A? ഇവിടെ ഒരു ഫിഗർ ഉണ്ടായിരിക്കും ഒരു റോംബസിൻ്റെ. ഇതുപോലത്തെ ഒരു റോംബസ്, ഇതാണ് റോംബസിൻ്റെ ഏകദേശ ചിത്രത്തിലുണ്ടാവും. A, B, C, D. This is 8. This is 150 degree. Therefore, this angle will be what? This angle will be angle. First question, what is angle A? What is angle A? അപ്പോൾ നമുക്ക് ആൻസർ എഴുതാമല്ലോ. ആംഗിൾ A is equal to 180 minus 150. That is equal to 30 degree. Co-interior angle sum. What is this length? What is the distance between the parallel sides? What is the distance between the parallel sides? Distance between the parallel sides. Parallel sides. അത് എത്രയാണ്? ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു, ഇത് 8 ആണ്. അപ്പോൾ ഇത് 8 ആണ് അല്ലേ? അപ്പോൾ
90-നെതിരെ 8 ആണെങ്കിൽ 60-നെതിരെ എത്രയായിരിക്കും? 30-നെതിരെ 4 ആയിരിക്കും, 60-നെതിരെ 4√3 ആയിരിക്കും. ഇതൊരു 30, 60, 90 ട്രയാങ്കിളാണ്. 90-ക്കെതിരെ 8. അപ്പോൾ 30-ക്കെതിരെയുള്ള ഇത്രയും ദൂരം ഇത് 4 ആണ്. 60-ക്കെതിരെയുള്ളത് ഇപ്പോൾ ഇവിടെ 150 ആണ്. ദെർഫോർ ദിസ് ഈസ് 30. അപ്പോൾ ദിസ് വിൽ ബി 60. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ ഇങ്ങനെ വരുമില്ല. അതായത് 90-ക്കെതിരെ 8 ആണെങ്കിൽ 30-ക്കെതിരെ അതിൻ്റെ പകുതിയായ 4 വരും. ഇപ്പോൾ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ. ഇവിടെയാണ് 30 ഡിഗ്രി വരുന്നത്. ഇത് ടോട്ടൽ 150 ഡിഗ്രി. ദിസ് ഈസ് 30 ഡിഗ്രി കോ ഇൻറ്റീരിയർ ആംഗിൾ സം. 90-ക്കെതിരെ 8, 80-ക്കെതിരെ 4 സെൻറ്റിമീറ്റർ. Therefore, and C, what is the area of the next question is what is the area of the rhombus? Area is equal to 8 into 4, that is equal to 32 centimeter square. That is the area. ഇത്രയും കാര്യങ്ങളാണ് ഈ വർക്ക്ഷീറ്റിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. ഓക്കെ.